ഇഷ മറിയം ഹാരിസ് ഇന്നലെ നമ്മുടെ ചാനലുകളിൽ വന്നൊരു മുഖമുണ്ട്. ചെറിയ പെൺകുട്ടി വന്നിട്ട് പറയുന്നു, കോക്രോച്ച് ജനതാ പാർട്ടിക്ക് വേണ്ടി ഞങ്ങൾ അങ്ങ് തകർക്കാൻ പോവുകയാണ്. ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം. ഞങ്ങൾ നേപ്പാളിലെ പോലൊന്നും ആയിരിക്കത്തില്ല, ഞങ്ങളങ്ങോട്ട് ഇറങ്ങിയാൽ ഞങ്ങൾ തകർത്ത് കളയും, വയലൻസ് ഒന്നും ഉണ്ടാവത്തില്ല, പക്ഷേ ഞങ്ങൾ പല പദ്ധതികൾ വിട്ടിട്ടുണ്ട് എന്നൊക്കെ വന്ന് ഘോരം സംസാരിച്ചിട്ട് പോയി. നന്നായിട്ട് സംസാരിച്ചു. ഇഷ മറിയം ഹാരിസ് അത് സംസാരിച്ച് പോയതിന് ശേഷം രാജ്യത്തെ രഹസ്യാന്വേഷണ ഏജൻസി ഇൻ്റലിജൻസ് ബ്യൂറോ അന്വേഷിക്കുകയാണ് ഇഷ മറിയം ഹാരിസ് ആരാണ്. കാരണം ഇഷ പറയുന്നു, കോക്രോച്ച് ജനതാ പാർട്ടി ഞങ്ങളൊരു മൂവ്മെൻറ്റാണ്, ഞങ്ങൾ ഇതിനെങ്ങാനും ബാൻ ചെയ്താൽ ഞങ്ങൾ പാരലൽ ഒരു നെറ്റ്വർക്ക് വേറെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, സമാന്തരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ലക്ഷ്യം ഞങ്ങൾ തെരുവിലിറങ്ങും, രാജ്യത്തെ കുറേ മാറ്റം വരുത്തണം. മാത്രമല്ല ഞങ്ങൾക്ക് 5 പരിപാടിയുണ്ട്. ഒന്ന്, ഈ പറഞ്ഞ പോലെ ചീഫ് ജസ്റ്റിസുമാർ രാജ്യസഭാ അംഗങ്ങളാവരുത്. പിന്നെ അദാനിയെപ്പോലെ അംബാനിയെപ്പോലെയുള്ള ആളുകൾ എന്ത് ചെയ്യണം, മാധ്യമ സ്ഥാപനങ്ങൾ നടത്താൻ പാടില്ല. പിന്നെ വോട്ട് ഡിലീറ്റ് ചെയ്താൽ ഇലക്ഷൻ കമ്മീഷനെതിരെ UAPA ഗുണ്ട ആക്ട് ചുമത്തണം എന്തൊക്കെ പറഞ്ഞ് വളരെ കൃത്യമായ രാഷ്ട്രീയം. നിലവിലുള്ള സംവിധാനത്തിനെതിരെ, ജുഡീഷ്യറിക്കെതിരെ, ഇലക്ഷൻ കമ്മീഷനെതിരെ, കേന്ദ്ര സർക്കാരിനെതിരെ ഞങ്ങൾ ചെറുപ്പക്കാർ തെരുവിലിറങ്ങും എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ നേതൃത്വമായിട്ട് ഞാൻ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക. ആരാണ് ഈ നേതൃത്വം? അഭിജിത്ത് ദീപക് എന്ന് പറഞ്ഞ ആൾ അമേരിക്കയിലിരിക്കുകയാണ്, അവനിവിടെ വന്നിട്ടില്ല. അയാളുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നു, ഞാനെങ്ങാനും ഇനിയിപ്പോൾ ഡൽഹിയിൽ ഇറങ്ങി എന്നെ അറസ്റ്റ് ചെയ്യുമോ എന്നൊരു പേടി എനിക്കുണ്ട്, ചിലപ്പോൾ പൊക്കിക്കൊണ്ട് പോകും. അപ്പോൾ നമ്മുടെ ഈ മീഡിയ വൺ എന്ന് പറഞ്ഞൊരു ചാനലുണ്ടല്ലോ, മുക്കാൽ മീഡിയ, അവരങ്ങോട്ട് നിരന്തരം വാർത്ത ചെയ്യുകയാണ്, കോക്രോച്ച് വിപ്ലവം വരുന്നു, മോദിയെ അട്ടിമറിക്കും, BJPയെ മറികടന്നു. BJPയെ മാത്രമല്ല, കോൺഗ്രസിനെ മറികടന്നിട്ടുണ്ട്. ഇൻസ്റ്റയിൽ കോൺഗ്രസിനേക്കാളും കൂടുതൽ അവർ മറികടന്നു. പക്ഷേ അതൊക്കെ എങ്ങനെയാണ് ഈ കൃത്രിമമായിട്ട് ഈ ഫോളോവേഴ്സിനെ ഉണ്ടാക്കുന്ന ഒരുപാട് സംവിധാനങ്ങളുണ്ട്. നമ്മൾ CAA സമരം നടക്കുമ്പോൾ, പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ സമരം നടക്കുമ്പോൾ, വ്യാജ കർഷക സമരം നടക്കുമ്പോഴൊക്കെ പുതിയ സോഷ്യൽ മീഡിയ ഹാൻഡിൽ, ഇൻസ്റ്റ അക്കൗണ്ട് ആക്കിയിട്ട് വലിയ തോതിൽ ഫോളോവേഴ്സ് വരിക. എങ്ങനെ വരുന്നറിയോ? ആയിരക്കണക്കിന് ബോട്ടുകളെടുത്ത് ബോട്ടുകൾ ഓട്ടോമാറ്റിക്കായിട്ട് ഫോളോവേഴ്സിനെ ഉണ്ടാക്കി ചെയ്തുകൊണ്ടിരിക്കും. പല മാധ്യമങ്ങളും ചെയ്യാറുണ്ട്. മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയയിലുള്ള യൂട്യൂബ് ചാനലുകൾ ചെയ്യാറുണ്ട്. അവരുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂട്ടിക്കാണിക്കാൻ വേണ്ടിയിട്ട് ബോട്ടുകളെ വെക്കും. മറ്റേ സാറ്റലൈറ്റ് ചാനലുകൾ അവരുടെ ഓൺലൈൻ ലൈവ് സ്ട്രീമിന് വേണ്ടിയിട്ട് ബോട്ടുകളെ വെക്കും. അതൊക്കെ ബോട്ടെന്ന് പറഞ്ഞാൽ ഒരു ഓട്ടോമാറ്റിക്കായിട്ട് പ്രതികരിക്കുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു സംവിധാനമാണ്. ചെറിയ കമ്പ്യൂട്ടർ എന്ന് പറയാം, ചാറ്റ് ബോട്ട് എന്ന് പറയും. ചാറ്റ് ചെയ്യുന്ന ബോട്ട്, റോബോട്ട് എന്ന് പറയുന്ന പോലെ ഈ ഇത്തരം സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ വെച്ചിട്ട് കൃത്രിമമായിട്ടുണ്ടാക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഓർക്കുകയാണ്, മനോരമ പത്രം ഒരു വാർത്ത കൊടുത്തു, കനയ്യകുമാർ വന്നപ്പോൾ ഇന്ത്യൻ ചെഗുവേര ജനിച്ചു, മോദിക്കിനി ഉറക്കമില്ലാത്ത നാളുകൾ. ഇപ്പോൾ എവിടെ പോയി ഇന്ത്യൻ ചെഗുവേര? പിന്നെ ഒരാളുണ്ട്, മറ്റേ ഗുജറാത്തിൽ നിന്ന് ഹാർദിക് പട്ടേൽ പോലെ ആയിപ്പോയി. ഇങ്ങനെ കുറേ ആളുകളെ മാധ്യമങ്ങളങ്ങ് എഴുന്നള്ളിച്ചുകൊണ്ട്, ഇതൊരു സർക്കാസ്റ്റിക്കായിട്ട് ഞങ്ങൾ പാറ്റകൾ, മടിയന്മാരായ പാറ്റകളെന്ന് വ്യാജ ബിരുദങ്ങളൊക്കെ ഉണ്ടാക്കി പ്രവർത്തിക്കുന്ന ആളുകളെ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് വിശേഷിപ്പിച്ചപ്പോൾ അഭിജിത്ത് ദീപകിന് തോന്നിയ ഒരു സറ്റയർ മൂവ്മെൻറ്റായി. അത് പുള്ളി ഒരു ഫേക്കായിട്ടൊരു സാധനം ഉണ്ടാക്കി, അതിന് ഫോളോവേഴ്സ് വന്നു. ഉടനെ അതൊരു വലിയ രാഷ്ട്രീയ പാർട്ടിയെ, മോദിയെ അട്ടിമറിക്കാൻ പോകുന്നു, BJPക്ക് ബദലാണെന്നൊക്കെ പറഞ്ഞ് തള്ളി മറിക്കുന്ന ഇവരെ സമ്മതിക്കണം. പക്ഷേ അതിൻ്റെ കണക്കുകൾ വന്നിട്ടുണ്ട്. പ്രിയം പറഞ്ഞില്ലേ, ഈ പാകിസ്ഥാനികൾ, ബംഗ്ലാദേശികൾ, അമേരിക്കയിലുള്ളവർ ഒരു 9% മറ്റാണ് ഇന്ത്യക്കാർ. ആ 9%-ൽ 90% ആണെന്നറിയോ? കോൺഗ്രസ്സുകാരല്ല, മുസ്ലിമുകളാണ്. കോൺഗ്രസ്സുകാരായിട്ടുള്ള മുസ്ലിങ്ങൾ, അല്ലെങ്കിൽ ഈ കോൺഗ്രസ് ആണല്ലോ ഇപ്പോഴത്തെ അഖിലേന്ത്യാ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന കോൺഗ്രസ് ആണല്ലോ. അപ്പോൾ മുസ്ലിങ്ങൾ അങ്ങ് തള്ളിമറിക്കുകയാണ്, ആര് വന്നിട്ടും മോദിയെ മറിക്കും എന്നുള്ളത്. പക്ഷേ ഇഷ മറിയം ഹാരിസിനെ പോലെ ഇത് കണ്ടിട്ട് ജൻസിയാണ് ഞങ്ങളെന്നൊക്കെ പറഞ്ഞ് മലമറിച്ചേക്കാം എന്ന് ചാടി വന്നവർക്ക് പണി കിട്ടുകയാണ്. അപ്പോൾ എവിടെ വന്നാലും ഓർക്കുന്നില്ലേ, JNU ക്യാമ്പസിൽ ഒരു പെൺകുട്ടി, അവൾ പറഞ്ഞു മോദിയുടെ ശവക്കുഴി ഇവിടെ കുഴിച്ചിടും എന്ന് പറഞ്ഞു. എവിടെ പോയി? അവളുടെ അഡ്രസ്സ് ഇല്ലല്ലോ. തൃശ്ശൂർക്കാരി ഒരു പെൺകുട്ടിയായിരുന്നു. അതിനുശേഷം അവൾ ശവക്കുഴി എന്ന് തോന്നിട്ട് ഷ എന്നുള്ള അക്ഷരം പോലും പറഞ്ഞിട്ടില്ല. ദോശ എന്ന് പോലും പറയില്ല. FIR ഇട്ടു, അതോടെ കഥ കഴിഞ്ഞു. ശവക്കുഴി ഖബറുണ്ടാക്കണ്ട, മോദിയുടെ അമിത്ഷായുടെയും ശവക്കുഴി JNUവിൽ ഉണ്ടാക്കും എന്ന് പറഞ്ഞ തൃശ്ശൂർക്കാരി പെൺകുട്ടി ഇപ്പോൾ എവിടെ? ഇതൊന്നും നമ്മുടെ ഇഷ മറിയം ഹാരിസ് കണ്ടിട്ടില്ല. സർക്കാരിനെ വെല്ലുവിളിക്കുക, ഞങ്ങൾ തെരുവിലിറങ്ങി ജൻസി കലാപം നടത്തും, നേപ്പാൾ പോലൊന്നും ആയിരിക്കത്തില്ല ഞങ്ങൾ ഇറങ്ങിയാൽ എന്നൊക്കെ പറയുന്നു കഴിഞ്ഞാൽ, ഈ പറയുന്ന പോലെ വലിയ കമ്മലും
ഒക്കെ ഇട്ട് വളരെ നല്ല വസ്ത്രവും ധരിച്ച് പോളിഷ്ഡായ ഭാഷയിൽ ക്യാമറയ്ക്ക് മുന്നിൽ സംസാരിക്കുന്ന പോലെയല്ല. തെരുവിലിറങ്ങിയാൽ നല്ല വെയിലുണ്ടാവും, ചൂടുണ്ടാവും, മഴയുണ്ടാവും. പിന്നെ എന്തു പറ്റും, ഇതുപോലെ ലഡാക്കിൽ കുറച്ച് പേര് ഇറങ്ങിയായിരുന്നു. ലഡാക്കിൽ ജൻസി കലാപം. ഉടനെ ഇവിടെയൊക്കെ മാധ്യമങ്ങൾ എഴുതി ലഡാക്കിൽ ആരംഭിക്കുന്നു ജൻസി. എൻ്റെ അയാളുടെ പേരുന്ന വാൻചുക്കിൻ്റെ സമരം എന്ത് പറ്റി? വാൻചുക്ക് ജയിലിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങി വന്ന് എനിക്ക് സംശയമാണ്. എന്നെ ഒന്ന് പുറത്ത് വിടണേ, ഞാൻ ഒന്നിനുമില്ലേ എന്നൊക്കെ പറഞ്ഞ് മാപ്പപേക്ഷയൊക്കെ കൊടുത്ത് സുപ്രീം കോടതിയിലൊക്കെ പോയിരുന്നു. ജാമ്യം കിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അയാളെ മറന്നുപോയി. ജൻസി കലാപത്തിന് ആഹ്വാനം ചെയ്ത് അക്രമം ഉണ്ടാക്കി അവസാനം എന്ത് പറ്റി? അവസാനം എന്ത് പറ്റി? വെടിയുണ്ട നെഞ്ചത്ത് കയറി 1-2 എണ്ണത്തിൻ്റെ അല്ലേ? അത് മാത്രമല്ല, ലഡാക്ക് പോലീസുകാർ നേരെ വീടുകളിൽ കയറി ഈ ജൻസീനെ മുഴുവൻ പൊക്കിയെടുത്തുകൊണ്ട് പോയി. ഇവരുടെയൊക്കെ ധാരണ സോഷ്യൽ മീഡിയയിലൂടെ ഒരു ഓളം ഉണ്ടാക്കിയാൽ ശ്രീലങ്കയിൽ നടന്നതുപോലെ, ബംഗ്ലാദേശിൽ നടന്നതുപോലെ, നേപ്പാളിൽ നടന്നതുപോലെ ഇവർ കുറേ ആളുകൾ ഇങ്ങോട്ട് ഇറങ്ങി വരും, ഒട്ടനെ വലിയ വിപ്ലവം ഉണ്ടാവും, നരേന്ദ്രമോദിയെ അട്ടിമറിക്കാം. നരേന്ദ്രമോദിയെ അട്ടിമറിക്കാൻ തെരഞ്ഞെടുപ്പിലൂടെ കഴിയാത്തതുകൊണ്ട് രാഹുൽ ഗാന്ധി ആഗ്രഹിക്കുന്നത്, ആഹ്വാനം ചെയ്യുന്നത് എന്താണ്? ഈ നാട്ടിൽ ജൻസിയില്ലേ, ബംഗ്ലാദേശ് കണ്ടില്ലേ, നേപ്പാൾ കണ്ടില്ലേ, ശ്രീലങ്ക കണ്ട്, നിങ്ങളൊന്ന് ഇറങ്ങിയിട്ട് ഈ കാർന്നോറയൊന്ന് ഇറക്കിത്താ, എന്നിട്ട് എനിക്കൊന്ന് കയറിയിരിക്കണം എന്ന് പറഞ്ഞ് ഈ പുന്നാര പ്രധാനമന്ത്രി, ആവിഷ്കാല ഭാവി പ്രധാനമന്ത്രി നടക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. കാരണം ഇതൊന്നും സ്വാഭാവികം ആണ് എന്ന് നമ്മൾ കരുതുമ്പോൾ സ്വാഭാവികമായി സംഭവിക്കുന്നില്ല. അസ്വാഭാവികമായ ചില കാര്യങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്. കാരണം നമുക്കൊരു ചെറുപ്പക്കാരെ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആക്ഷേപിച്ചു. ഈ തോന്നൽ ഇന്ത്യയിലെ യുവജന സംഘടനകൾക്ക് ഉണ്ടാവണ്ടേ? യൂത്ത് കോൺഗ്രസ് മിണ്ടിയിട്ടില്ല. ഇനി അഖിലേന്ത്യാ ആഗോള യുവജന സംഘടനയായ DYFI മിണ്ടിയിട്ടില്ല. അവരറിഞ്ഞില്ല. വിദ്യാർത്ഥി സംഘടന NSUI മിണ്ടിയിട്ടില്ല. ABVP പിന്നെ സംഘ പ്രസ്ഥാനമായതുകൊണ്ട് കേന്ദ്ര സർക്കാരിന് പിന്തുണയാണ്, ചീഫ് ജസ്റ്റിസിന് അനുകൂലമാണെന്ന് പറയാം. ഈ നാട്ടിലെ ഏത് സംഘടന പ്രതികരിച്ചു? ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് പറഞ്ഞത് എന്താണെന്ന് കൃത്യമായും മനസ്സിലാക്കിയിട്ടാണ് നമ്മുടെ നാട്ടിലെ യുവജന സംഘടനകൾ പ്രതികരിക്കരുത്. അപ്പോഴാണ് അതിനകത്തൊരു സർക്കാസം പറഞ്ഞുകൊണ്ട് ഒരാൾ വന്നു. സർക്കാസം പറഞ്ഞ ആളുടെ പശ്ചാത്തലം നോക്കുക, അയാൾ അമേരിക്കയിലാണ്. അമേരിക്കയിൽ നിന്ന് ഇത് ചെയ്യുമ്പോൾ വളരെ കൃത്യമാണ്. നമ്മൾ ഈ കഴിഞ്ഞ ദിവസം മോദിയോട് നോർവേയിൽ വെച്ച് ചോദ്യം ചെയ്ത മാധ്യമ പ്രവർത്തകരുണ്ടല്ലോ, അവരുടെ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞ ദിവസം ഹെല്ലയോട് ഇന്ത്യയിലെ മാധ്യമ പ്രവർത്തകർ അവരോട് ഇൻ്റർവ്യൂ ചോദിക്കുന്നു, അല്ല നിങ്ങൾ ഇന്ത്യയിൽ വന്നിട്ടുണ്ടോ? ഞാൻ ഇന്ത്യയെക്കുറിച്ചൊന്നും കണ്ടിട്ടില്ല. ഇന്ത്യയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ? ഇല്ല, എനിക്ക് ഇന്ത്യയിലെ മസാല ദോശയെക്കുറിച്ച് അറിയാം. ഇന്ത്യയെക്കുറിച്ച് ഇവർക്ക് ആകെ അറിയാവുന്നത് ഇന്ത്യയിൽ മസാല ദോശ എന്ന് പറയുന്ന സാധനമുണ്ട്. അത് മറ്റേ ലിംക ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിലും ഗിന്നസ് ബുക്കിലൊക്കെ വന്നിട്ടുണ്ട്. മരിക്കുന്നതിന് മുമ്പ് ഒരു തവണ എങ്കിലും കഴിച്ചിരിക്കേണ്ട ആഹാരമാണ് മസാല ദോശ എന്നുള്ള കുറിപ്പോടുകൂടി വേൾഡ് റെക്കോർഡ് ബുക്കിൽ വന്നിട്ടുണ്ട്. അത് ഈ തള്ള വായിച്ചിട്ടുണ്ട്. തള്ളയല്ല, പെൺകുട്ടി. 5 വർഷമായുള്ള ഒരു മാധ്യമ പ്രവർത്തനം തുടങ്ങിയിട്ട് അവരോട് ചോദിക്കുകയാണ്, അല്ല നിങ്ങൾക്കറിയാൻ പോലെ എഴുതുമോ? അതിനകത്ത് ഈ പ്രസ് ബ്രീഫിംഗ് മാത്രമേ ഉണ്ടായിരുന്നു, പ്രസ് കോൺഫറൻസ് അല്ല എന്ന് നിങ്ങൾക്ക് അറിയാമായിരുന്നു. ഇങ്ങനൊരു ചോദ്യം ചോദിച്ചാൽ രാജ്യത്തലവന്മാരാരും മറുപടി പറയില്ലെന്ന് നിങ്ങൾക്ക് അറിയാമായിരുന്നു എന്ന് പറയാണ്. അപ്പോൾ പിന്നെ ഇവരെന്തിനാണ് ചോദ്യം ചോദിച്ചത്? ചോദ്യം ചോദിക്കാൻ വേണ്ടി, ഇങ്ങനൊരു ചോദ്യം ചോദിപ്പിക്കാൻ വേണ്ടി ഇവരെ ഹെല്ലാലിങ്ങിനെ ആരോ പറഞ്ഞു വിട്ടതാണ്. എന്നിട്ട് ഈ മുക്കാൽ മീഡിയ വാർത്ത ഒരു അടുപ്പുകൂട്ടി ചർച്ചയിൽ ഔട്ട് ഓഫ് ഫോക്കസിൽ ഒരു ചർച്ച നടത്തി. മോദിയുടെ എടപ്പാളോട്ടം. മോദി ഈ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറയാം, എടപ്പാളോട്ടം പോലെ ഓടി. എടപ്പാളിൽ ഓടിയത് ഒരു ക്യാമറ ഫോക്കസിൽ ഒരു വശത്ത് കാണുമ്പോൾ ഓടുന്നത് BJPക്കാരാണ് അല്ലെങ്കിൽ സംഘപ്രവർത്തകരാണെന്ന് തോന്നുന്നു. പക്ഷേ എൻ്റെ മറ്റാംഗിളിൽ നിന്നുള്ള ചിത്രം കാണുമ്പോൾ ഓടുന്ന ഓട്ടം കണ്ട പെറ്റ തള്ള സഹിക്കില്ലാത്ത ഓട്ടമാണ്. അതിൻ്റെ ഒരു ഭാഗം മാത്രം വെച്ചിട്ടാണ് കാണിക്കുന്നത്. അതിനുശേഷം ഓടിപ്പോയവർ തിരിച്ചു വന്നിട്ട് എന്താ ചെയ്തത് എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് കുറേ ബൈക്കുകൾ, അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ കുറേ ഉപേക്ഷിക്കപ്പെട്ട ആളുകൾ തിരിച്ചു വന്നെടുക്കാത്ത ബൈക്കുകൾ ഇപ്പോൾ ശരിയായിരിക്കാം. പക്ഷേ ഓടിയത് ആരാണെന്ന് എടപ്പാളുകാർക്കെങ്കിലും അറിയാം. അപ്പോൾ അത് പറയുന്ന പോലെ മോദിയുടെ എടപ്പാളോട്ടം എന്ന് പറഞ്ഞ് മീഡിയ വണ്ണ് അങ്ങനെ ഇട്ട് കഴുത കരഞ്ഞു തീർക്കുന്നത് പോലെ 3 കഴുതകൾ അവിടെ ഇരുന്ന് എല്ലാ ദിവസവും ഇങ്ങനെ അന്തരീക്ഷത്തെ വിഷമയമാക്കുന്ന ചർച്ചകൾ നടത്തുന്നത്, രാജ്യവിരുദ്ധ ചർച്ചകൾ, രാജ്യത്തിനെ അവമതിക്കാൻ വേണ്ടി നിരന്തരം ചർച്ചകൾ നടത്തുന്ന ഒരു മാധ്യമമായി മാറിയിരിക്കുകയാണ്. എനിക്ക് അത്ഭുതമാണ്. എനിക്കിപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോടും ആഭ്യന്തരമന്ത്രിയോടും എനിക്ക് അല്പമെങ്കിലും നീരസമുണ്ടെങ്കിൽ അതിലൊരു കാര്യം, ഈ മീഡിയ വൺ പോലെ വർഗീയ വിദ്വേഷം പടർത്തുന്ന, നിരന്തരം ഇന്ത്യയെ അവമതിക്കുന്ന ഒരു ചാനലിനെ നിരോധിക്കാൻ, അടച്ചുപൂട്ടിക്കാൻ ഇവരൊന്നും ചെയ്യുന്നില്ല എന്നതിൽ മാത്രമാണ് എനിക്ക്
അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ പറയാതെ പറ്റുമല്ലോ. എന്തുമാത്രം എത്ര തരത്തിലാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ വളരെ മോശപ്പെട്ട കാര്യമാണ്. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകൾ മുഴുവൻ കൊള്ളയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സംവിധാനങ്ങളെ ആകെ ദുഷിപ്പിക്കാൻ ഒരു മാധ്യമം നിരന്തരം ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക നമ്മുടെ രാജ്യത്ത്. അതിൻ്റെ ഭാഗമായിട്ട് ഇതൊക്കെയാണ് വസ്തുതകൾ. ഹെലാലിംഗിനെ സംബന്ധിച്ച് അവർ തന്നെ പറയുന്ന അഭിപ്രായങ്ങൾ രാജ്യത്തെ മാധ്യമങ്ങളിലൊക്കെ വന്നു, മലയാള മാധ്യമങ്ങൾ അറിഞ്ഞിട്ടില്ല. അപ്പോൾ അതുപോലെയാണ് ഈ കോക്രോച്ച് പാർട്ടി എന്നും പറഞ്ഞ് ആരോ ഒരു കമൻ്റ് ഇട്ട് കുറേ ഊളന്മാർ വന്നിട്ട് കമൻറ്റ് ലൈക്ക് അടിച്ചു എന്നും പറഞ്ഞ് മലയാളത്തിലെ മാധ്യമങ്ങൾ അന്തിച്ചർച്ച നടത്തുകയാണ്. ആ ഒരു താടി വെച്ചിട്ട് വായിൽ വെടിക്കെട്ട് നടത്തുന്ന ഒരുത്തരുണ്ടല്ലോ, താജ് ഇബ്രാഹിം ഹാഷ്മി എന്ത് പണ്ടാരെങ്കിലും ആയിട്ട് എനിക്ക് ആ പേര് ഓർഡർ തെറ്റിച്ച് ഞാൻ പറഞ്ഞല്ലേ. ഇത്രയും വലിയ പേരൊക്കെ പറയാം നമുക്ക് ചെറിയ ബുദ്ധിയാണല്ലോ. അദ്ദേഹം വലിയ ബുദ്ധിമാനാണ്, വലിയ ബുദ്ധിമാനാണ്. മാലപ്പടക്കം പൊട്ടുന്നത് പോലെ സംസാരിക്കുകയും തെരഞ്ഞെടുപ്പിൻ്റെ അന്ന് ഹിസ്റ്റീരിയ ബാധിച്ച പോലെ വോട്ടെണ്ണൽ നടക്കുമ്പോൾ തുള്ളുകയും ചെയ്യുന്നത് മാധ്യമ പ്രവർത്തനമാണെന്ന് കരുതുന്ന പുതിയ തലമുറയുടെ പ്രതീകമാണല്ലോ ഇയാളൊക്കെ ഇത്തരം വിഷയങ്ങളെടുത്ത് ചർച്ച ചെയ്യുമ്പോൾ ഇതൊക്കെ അല്പായുസക്കളാണെന്നും ഇതൊക്കെ സ്പോൺസേഡ് ആണെന്നും തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ ഇവരൊക്കെ എന്തു മാധ്യമ പ്രവർത്തനമാണ് നടത്തുന്നത്. നമ്മളൊക്കെ മാധ്യമ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ഇവരൊക്കെ ജേർണലിസം ക്ലാസ്സിൽ പോയി തുടങ്ങുന്നതിന് മുമ്പ് പത്രപ്രവർത്തനം എന്താണെന്ന് വലിയ ഗുരുഭൂതന്മാരായ മാധ്യമ പ്രവർത്തകരുടെ അടുത്ത് നിന്ന് പത്രപ്രവർത്തനം പഠിച്ചിട്ട് വന്നിരുന്നതാണ് ഞാനൊക്കെ ഈ വർത്തമാനം പറഞ്ഞത്. ഞാനൊക്കെ കേരളത്തിലെയോ ഇന്ത്യയിലെയോ അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ മാധ്യമ പ്രവർത്തകരാണെന്ന് അവകാശപ്പെടുന്നില്ല. പക്ഷേ മലയാള മാധ്യമ രംഗത്ത് പ്രിന്റ് മീഡിയയിൽ വിശ്വസനീയമായ വാർത്തകൾ കൊടുക്കുന്ന എൻ്റെയൊക്കെ പത്രപ്രവർത്തന കാലത്ത് ഒരു 25 ജേർണലിസ്റ്റുകളുടെ പേരെടുത്താൽ 25ാമതെങ്കിലും എൻ്റെ പേരുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്കറിയാം ഈ കാണിക്കുന്ന ഒന്നുമല്ല മാധ്യമ പ്രവർത്തനം. ഇവർ നടത്തുന്ന മാധ്യമ വ്യഭിചാരമാണ്. ചില ആളുകൾക്ക് വേണ്ടി നിരന്തരം പറയുക. നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും ചില നിലപാടുകൾ നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്താണ് ഇത്തരം മാധ്യമങ്ങളെ, അതായത് രാജ്യവിരുദ്ധത നിരന്തരം പറയുന്ന മാധ്യമങ്ങളെ അടിച്ച് തകർക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്തിനാണെന്നേ ഭരണം? അപ്പോൾ എന്നിട്ട് ഇവരിരുന്ന് ഇന്ത്യയിലെ പ്രധാനമന്ത്രിയുടെ തള്ളയ്ക്ക് വിളിക്കാം, അത് വാർത്തയാക്കാം. എന്നിട്ട് പറയും ഇന്ത്യയിൽ മാധ്യമ സ്വാതന്ത്ര്യമില്ല, ബംഗ്ലാദേശിനേക്കാൾ കുറവാണെന്ന്. ഇവരൊക്കെ ഈ വൃത്തികെട്ടവന്മാർ ഈ ചാനലുകളിൽ നിന്നും വർത്താനം പറയും ഇന്ത്യയിൽ മാധ്യമ സ്വാതന്ത്ര്യമില്ലെന്ന്. അമേരിക്കയിലെ ഏതോ കൊത്താഴത്തുനിന്ന് റിപ്പോർട്ട് വന്നിട്ടുണ്ടെന്ന്. നിരന്തരം പിന്നെ ബംഗ്ലാദേശിനേക്കാളും വലിയ പട്ടിണിയാണ് ഇന്ത്യയിൽ. ഇതൊക്കെ കാണുമ്പോഴേ നമുക്കറിയാം ഇതൊക്കെ ഫേക്കാണ്, നമ്മുടെ രാജ്യത്തെ അപമാനിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണെന്ന് ഈ മാധ്യമ പ്രവർത്തകർ തിരിച്ചറിഞ്ഞിട്ട് അത് ചവറ്റുകൊട്ടയിൽ കളയാതെ അത് സംപ്രേഷണം ചെയ്യുന്നുണ്ടെങ്കിൽ ഇവൻ്റെയൊക്കെ ഉദ്ദേശം ഈ രാജ്യത്തെ തകർക്കുക എന്നുള്ളത് മാത്രമാണ്. അത് ഹാഷ്മി ആവട്ടെ, വേണു ആവട്ടെ, ഉണ്ടി ബാലകൃഷ്ണൻ ആവട്ടെ, നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന രാജ്യവിരുദ്ധത പ്രചരിപ്പിക്കുന്ന തരത്തിലേക്ക് തങ്ങളുടെ മാധ്യമങ്ങളെ ഉപയോഗിക്കുന്നു. നമുക്കൊക്കെ പക്ഷമുണ്ടെന്നേ, ഞങ്ങളുടെ രാജ്യത്തിൻ്റെ പക്ഷമാണ്. രാജ്യവിരുദ്ധമായ ഒന്നും ഞങ്ങൾ പറയത്തില്ല, ഇതാണ് ഞങ്ങളുടെ പക്ഷം. പക്ഷേ രാജ്യവിരുദ്ധത പറയാൻ എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടിയാൽ അത് പറഞ്ഞിരിക്കും എന്ന് പറയുന്ന കുറേ മാധ്യമ പ്രവർത്തകർ കച്ചകെട്ടി കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരാണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടിയെക്കുറിച്ചൊക്കെ ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇവരൊന്നും മാധ്യമ പ്രവർത്തനമല്ലാതെ ഭീകരവാദം, അർബൻ നക്സലുകൾ എന്ന് പറയാവുന്ന തരത്തിൽ ഇന്ത്യ വിരുദ്ധരായ കുറേ ആളുകളാണ് കേരളത്തിലെ മാധ്യമങ്ങളുടെ തലപ്പത്തിരിക്കുന്നത്. 5 പൈസയുടെ ഊരില്ല. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, മരമുറി ചാനലിൻ്റെ മുതലാളി മാധ്യമ പ്രവർത്തകർ. CLP കോൺഗ്രസിന് മാത്രമല്ല, എല്ലാ പാർട്ടിക്കും CLP ഉണ്ട്. CLP എന്താണെന്ന് ഈ കിഴക്കൻ അറിയാമോ? CLP എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ലെജിസ്ലേറ്റീവ് പാർട്ടിയാണ്. എല്ലാ പാർട്ടികൾക്കും പാർലമെന്ററി പാർട്ടി ഉണ്ടെന്ന് പറഞ്ഞാൽ ഓക്കെ. എന്നിട്ട് ഇപ്പുറത്തിരിക്കുന്ന എക്സിക്യൂട്ടീവ് എഡിറ്ററും ചിരി കടിച്ചിറക്കി ഏറ് പിടിച്ചിരിക്കുന്നു. CLP ലീഡർ എന്നുള്ളതാണ് ശരിക്കും. എന്തൊക്കെയാണ് നമ്മുടെ മാധ്യമ രംഗത്ത് നടക്കുന്നത്? അപ്പം നമ്മളൊക്കെ നടത്തുന്നത്, നമ്മളെയൊക്കെ ഒരു മാധ്യമ പ്രവർത്തകരായിട്ട് കാണുന്നില്ല. പക്ഷേ ഇവരൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഈ പണി തുടങ്ങിയത് നമ്മൾ. മനസ്സിലായില്ലേ? അതുകൊണ്ട് അത്യാവശ്യം കാര്യങ്ങളൊക്കെ എന്ത് കൊടുക്കണം, മാധ്യമ പ്രവർത്തകർക്ക് ഒരു മര്യാദയുണ്ട്. ഞാൻ പത്രപ്രവർത്തന വിദ്യാർത്ഥിയായിട്ട് ജൂനിയർ റിപ്പോർട്ടറായിട്ട് ചാനലിൽ വരുമ്പോഴത്തേക്ക് പറഞ്ഞിട്ടുള്ള കാര്യം അറിയാമോ? 1, സമൂഹത്തിൽ സ്പർദ്ധ ഉണ്ടാക്കുന്ന വാർത്തകൾ കൊടുക്കാതിരിക്കുക. 2, നിങ്ങളത് കൊടുത്താലും ഒരു വാർത്ത എഴുതി മറന്നേക്കുക. അത് പത്രത്തിൽ വരണോ വേണ്ടയോ, എങ്ങനെ വരണം എന്ന് തീരുമാനിക്കുന്ന പത്രാധിപരാണ്. ഫൈൽ ആൻഡ് ഫോർഗെറ്റ്. മനസ്സിലായോ? ഫൈൽ ആൻഡ് ഫോർഗെറ്റ്. എന്താണ് ഇതൊക്കെ എന്തെങ്കിലും ആദർശം മാധ്യമരംഗത്ത്? ഡൽഹിയിൽ എൻ്റെ പിന്നിലൊരു പള്ളി കത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നും മലയാളത്തിലൊരു മാധ്യമ പ്രവർത്തകൻ, ഏഷ്യാനെറ്റിലെ ഒരു മാധ്യമ പ്രവർത്തകൻ പറഞ്ഞു. പള്ളിയും കത്തിയില്ല, ഒരു പള്ളിക്കൂടം അവിടെ കത്തിയില്ല, പച്ചക്കള്ളം പറയുകയാണ്. അങ്ങനത്തെ വാർത്ത കൊടുത്താൽ അതിൻ്റെ ഒരു
പ്രതികരണം ഇപ്പുറത്തുണ്ടാവും, വലിയ സംഘർഷം ഉണ്ടാവും, കലാപം ഉണ്ടാവും എന്നൊക്കെ ഒരു മാധ്യമ പ്രവർത്തകൻ കരുതുന്നില്ലെങ്കിൽ അവൻ രാജ്യവിരുദ്ധനാണ്. രാജ്യവിരുദ്ധരായ മാധ്യമപ്രവർത്തകരെ കൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾ നിറഞ്ഞിരിക്കുക. പക്ഷേ കേരളത്തിന് പുറത്തുള്ള മാധ്യമപ്രവർത്തകർ വളരെ അവധാനതയോടെ ഇപ്പോഴും വാർത്തകൾ കൊടുക്കേണ്ടതും രാജ്യത്തിനെതിരെ ഉള്ള വാർത്തകൾ, രാജ്യത്തെ അപകീർത്തിപ്പെടുത്താൻ ഉണ്ടാക്കുന്ന വ്യാജ വാർത്തകൾ കൊടുക്കാതിരിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇൻഡെക്സ്, വിശപ്പിൻ്റെ ഇൻഡെക്സ്, മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ ഇൻഡെക്സ്, ഹാപ്പിനെസ് ഇൻഡെക്സ്, ഇതിലൊക്കെ ഇന്ത്യയേക്കാൾ മുകളിലാണ് ബംഗ്ലാദേശും പാകിസ്ഥാനും എന്നൊക്കെ പറഞ്ഞുള്ള റിപ്പോർട്ടുകൾ കാണുമ്പോൾ ഇതൊക്കെ എടുത്ത് ചവറ്റുകൊട്ടയിൽ കളയാനുള്ള ആർജവം തോന്നുന്നില്ലെങ്കിൽ, ദേശാഭിമാനം തോന്നുന്നില്ലെങ്കിൽ, ഈ നാട്ടിലല്ലേ ഇവനൊക്കെ ജീവിക്കുന്നത്? ബംഗ്ലാദേശിനേക്കാളും വലിയ പട്ടിണിയിലാണോ നമ്മുടെ ഇന്ത്യയിലെ ആളുകൾ ജീവിക്കുന്നത്? നമ്മൾ കൊടുത്ത അരി കൊണ്ടാണ് അവർ ഭക്ഷണം കഴിക്കുന്നത്. ബംഗ്ലാദേശിനേക്കാളും പാകിസ്ഥാനേക്കാളും മാധ്യമ സ്വാതന്ത്ര്യം ഇല്ലാത്ത നാടാണെന്ന് ഇവൻ പറയുന്ന ഇവൻ തന്നെയാണ് മോദിക്കെതിരെ നാഴികയ്ക്ക് 40 വട്ടം മാധ്യമങ്ങളിൽ നിന്ന് കുരയ്ക്കുന്നതെന്ന് ഇവന്മാർ ഓർക്കട്ടെ. അപ്പം ഫേക്കാണെന്ന് അറിഞ്ഞുകൊണ്ട് എവിടെ നിന്നോ പടച്ചു വിടുന്ന സാധനങ്ങൾ നിരന്തരം പറയാൻ ഉളുപ്പില്ലാത്ത നാണം കെട്ട പരീക്ഷകളായി കേരളത്തിലെ ഒരുപറ്റം മാധ്യമ പ്രവർത്തകർ മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങളെടുത്ത് ചർച്ച ചെയ്യുകയും ബി ജെ പിയുടെ അവസാനമായിരിക്കുന്നു എന്നൊക്കെ പറയുന്നത്. ബി ജെ പിക്ക് വേറെ കാര്യമുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് ബി ജെ പിയുടെ 8.7 എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷനിൽ 9 മില്യനായി. ഒന്ന് ആലോചിക്കണം. അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. അപ്പം ഈ 4 ലക്ഷം ചുമ്മാ കൂടി. അപ്പോൾ വെറുതെ കോക്രോച്ച് പാർട്ടി വരുന്നു, അങ്ങനെങ്കിലും മോദിയുടെ ബി ജെ പിയുടെ അവസാനമായി എന്തൊക്കെ കരുതുന്ന ആളുകൾ അത് കേട്ട് തുള്ളാൻ ഇറങ്ങുന്ന ചെറിയ കുട്ടികളോട്, നമ്മുടെ മക്കളാണ്, നോക്കിക്കളിക്കണം. ജീവിതം ഇനി ഒരുപാട് ബാക്കിയുണ്ട്. നാളെ ഒരു പാസ്പോർട്ട് ചിലപ്പോൾ കിട്ടാതെ വരും, ഒരു പി എസ് സി പരീക്ഷ UPSC പരീക്ഷ എഴുതാൻ പറ്റാതെ വരും. ചിലപ്പോൾ ലഡാക്ക് ഓർമ്മയിൽ വേണം, ഉണ്ട ചിലപ്പോൾ കയറും. കലാപം ഉണ്ടാക്കി ഇന്ത്യയിലെ ഭരണകൂടത്തെ തെരുവിൽ കലാപം ഉണ്ടാക്കി അട്ടിമറിക്കാമെന്നൊക്കെ ഏതോ ഒരു കോക്രോച്ച് എന്ന് പറഞ്ഞാൽ അവൻ അമേരിക്കയിലിരിക്കുക, അവൻ അമേരിക്കയിലാണ്. ഇത് ഓർത്തോണം. അപ്പോൾ ഇഷ മറിയം ഹാരിസിനെ പോലെ ഞങ്ങളിപ്പോൾ കോക്രോച്ചിൻ്റെ കേരളത്തിലെ മുതലാളിയാണ് എന്ന് വരുന്നവർ സൂക്ഷിക്കുക. നിങ്ങളെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചു. നിങ്ങൾ ആരാണ്, എന്താണെന്നുള്ള കാര്യങ്ങൾ നിങ്ങളുടെ റഡാറിൽ കയറി കഴിഞ്ഞു. ഇതൊന്നും ഓർമ്മിക്കുന്നതല്ല. അൺകൺട്രോൾഡ് മാസിന്റെ ലീഡറാണ് സ്വയം പ്രഖ്യാപിക്കുകയാണ്. ഞാൻ അനിയന്ത്രിതമായ അനാർക്കിസ്റ്റ്, ഒരു അരാജക ഗ്രൂപ്പിന്റെ കേരളത്തിലെ നേതാവാണെന്ന് സ്വയം പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൗണ്ട് ഡൗൺ ആരംഭിക്കുകയാണ് എന്നാണ് അതിനർത്ഥം. അത് സൂക്ഷിക്കുക. അതെ, അത് ഓർമ്മിക്കാൻ നമുക്ക് നമ്മുടെ യുവതയോട്, നമ്മൾ വിവരമുള്ള യുവാക്കളൊന്നും പോവില്ലെന്ന്. ഇതൊക്കെ വെറുതെ ഫേക്കും പിന്നെ ഈ പറഞ്ഞ പോലെ അരാജകവാദികൾ, രാഷ്ട്രീയം എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത, രാജ്യം എന്താണെന്നറിയാത്ത കുറേ സുഖിമാന്മാരായിട്ടുള്ള ഓൺലൈൻ ജീവികളുണ്ടല്ലോ, അവരാണ്. ഏതായാലും ഇഷ മറിയം ഹാരിസ് സുഖമായിരിക്കും കേട്ടോ. നിങ്ങളാണ് ഞങ്ങളുടെ കരുത്ത്. നമ്മുടെ ചാനൽ ഇതുവരെ കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുള്ള പ്രിയപ്പെട്ടവർ ഉറപ്പായും അത് ചെയ്യണം എന്നൊരു അഭ്യർത്ഥന കൂടിയുണ്ട്.